അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എൻ്റെ അപ്പച്ചിയുടെ മോൻ്റെ കല്യാണത്തിന് പോയ വീഡിയോ ആണ്. അങ്ങ് ചടയമംഗലത്താണ് വീട്. അപ്പം ഞങ്ങൾ അവിടെ പോയ വീഡിയോ ആണ്. എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കല്യാണം കൂടാൻ പോയതാണ്. കല്യാണ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗായ്സ് നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞിക്ക് കുറച്ച് ആശുപത്രി കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പുറകെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇത്രയും നാളായിട്ട് നമുക്ക് വീഡിയോ ഇടാത്തതുകൊണ്ട് നിങ്ങളാരും സപ്പോർട്ട് ചെയ്തിരിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അപ്പോൾ ഇതുകൊണ്ട് ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അല്ലേ? നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്കെല്ലാം. ഞങ്ങൾ വീഡിയോ ഇടാത്തതുകൊണ്ട് ഞങ്ങളെന്നും മറന്നില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ കുഞ്ഞിനത് വയ്യാണ്ട് ഹോസ്പിറ്റലായിപ്പോയി. അപ്പം ഞങ്ങൾ ഒരുപാട് ദിവസം ഉറക്കമില്ലാതെ ഓടി. ആ ഓട്ടത്തിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. സൂചിയൊക്കെ വെച്ച് രണ്ട് കൈയൊക്കെ സൂചിയൊക്കെ വെച്ച് കൊച്ചൊരു പരിവായി. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബൈ. ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടുന്നില്ല. അതിൻ്റെ കാരണം കുഞ്ഞിന് വയ്യാതൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഇതില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. വീഡിയോ ഇടാനുള്ള സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. അതുകൊണ്ട് നിങ്ങളാരും നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. വീഡിയോ ഇല്ലെന്നുള്ളതുകൊണ്ട് ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഇടാത്തതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് തരാതിരിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം. മോൾക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. അമ്മ ഇവിടെയാണ് അമ്മ ഇത് കിടക്കണത്. ഇവിടെ കണ്ട അവിടെയാണ് മറ്റേ പരിപാടി നടക്കണം, ഓണപ്പരിപാടി. ഗൈസ് ഇവിടെ മറ്റേ പരിപാടി നടക്കണം. അണ്ടർ വാട്ടർ അക്വേറിയം ഇതൊക്കെ ഉള്ള പരിപാടി, ഓണത്തിന് ഉള്ള പരിപാടി നടക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം ലുലു മാൾ. ലുലു മാളാണ്. ലുലു മാൾ ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ. നല്ല വ്യൂ ആണ്. ഇതുവഴി പോയാൽ നല്ല വ്യൂ ആണ്. നല്ല ഭംഗിയാണ്. 4 ടവറ് നല്ല രസമുണ്ട്. നല്ല കാഴ്ചകളാണ് 2 സൈഡും. ഇതിൻ്റെ കൂടെ പാലം വന്നത് എന്തായാലും നല്ല വ്യൂ കിട്ടും. ഹൈവേ നല്ല വഴികളും നല്ല കെട്ടിടങ്ങളെല്ലാം മുകളിൽ കൂടെ കാണാൻ നല്ല രസമാണ്. നല്ല ആകാശം ഇരുണ്ട് കിടക്കുകയാണ്. നല്ല മഴക്കോളുണ്ട്. നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞു. ഒരു മഴ ഇപ്പം തീർന്നേ ഉള്ളൂ. വണ്ടി ഓട്ടിക്കുമ്പോൾ എപ്പോഴും സീരിയസ് ആണ്. സീരിയസ് ആയിട്ട് വണ്ടി ഓട്ടിക്കുള്ളൂ. അതെന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതുവരെ ചിരിച്ചിരിക്കുന്ന ആള് വണ്ടി കയറി കഴിഞ്ഞാൽ സീരിയസ് ആണ്, ഓട്ടിക്കുമ്പോൾ സീരിയസ് ആണ്. പിന്നെ ബാക്കിൽ 2 പേരിരിക്കുന്നു. ഒരാളവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കഴക്കൂട്ടം എത്തി ഗൈസ്. കഴക്കൂട്ടം എത്തി. പാലം ഇറങ്ങി. ജംഗ്ഷനായില്ലേ? ഓ ജംഗ്ഷനായി. കഴക്കൂട്ടായി ഗൈസ്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. മറ്റേ അതിൻ്റെ എന്തോ ഒരു പേരാണ്. അത് സംഭവം ചമ്മി മോളും കൂടി കാഴ്ചകളൊക്കെ കണ്ട് സുഖിച്ചിരിക്കുകയാണ്. എന്തൊക്കെയേ പറയുന്നു. എന്തോ കൊച്ചു പൂച്ചയുടെ പാട്ട്. സ്കൂളിൽ പോയപ്പോൾ പാട്ടൊക്കെ പഠിച്ച് സെറ്റാണ്. എപ്പോഴും പാട്ട് പാടിക്കൊണ്ടേ നടക്കുള്ളൂ. പാട്ടൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ കണ്ണിന് എന്തോ പറ്റി. ഒരു കണ്ണിൽ കൂടെ മാത്രം വെള്ളം വരണം. കണ്ണുനീര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് പറ്റിയാന്തോ. എങ്ങനെ നടന്ന റോഡാണ് ഇപ്പോൾ കിടക്കുന്നത്. വീതി കൂട്ടുന്നതിൻ്റെ ഇതായി മണ്ണെല്ലാം ഇടിച്ച് റോഡൊക്കെ ഒരു പരിവാക്കിയിട്ട് എന്നാ എന്തോ പണി തീരണത്.
കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നു, പണി തീരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ സൈഡൊന്നും ഒന്നുമില്ല. നേരത്തെയൊക്കെ ഈ സൈഡ് വരുമ്പോൾ നല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സൈഡിലൊക്കെ മരങ്ങളായിരുന്നു. ഈ സൈഡൊക്കെ മരങ്ങളും നല്ല അടിപൊളി വൈബുള്ള ഇതായിരുന്നു. പോകുമ്പോൾ നല്ല രസമാണ്, കാറ്റൊക്കെ നല്ല കാറ്റും നല്ല ഇതും ഉണ്ടായിരുന്നു. ഇപ്പം മരങ്ങളെല്ലാം പോയി, എൻ്റെ റോഡിൻ്റെ ഇതായി. അപ്പം ഞങ്ങൾ കണിയാപുരമായി. ഇവിടെ ഇനി ബ്ലോക്ക് ആണ്, വണ്ടികൾ ഇറങ്ങുന്നുണ്ട്, ബ്ലോക്കായി. റോഡ് പണി നടക്കുന്നുണ്ട്, 4 വാക്കിനും ബ്ലോക്കാണ്. അപ്പം ഞങ്ങൾ CRP ക്യാമ്പിൻ്റെ അവിടെ എത്തി. പള്ളിപ്പുറമായി. പള്ളിപ്പുറം റോഡ് ഇതേ അപ്പുറത്തെ റോഡ് ഓപ്പൺ ആയെന്ന് തോന്നുന്നു, വണ്ടികൾ പോകുന്നുണ്ട്. അതിലേക്കൂടെ തന്നെ ഇപ്പോൾ വണ്ടികൾ വിടണേന്ന് തോന്നുന്നു. ഈ സൈഡൊക്കെ എല്ലാം കെട്ടി ഇട്ടേക്കണം, ഇത് തിരിച്ചിട്ട്. പണ്ടൊക്കെ ഇതുവഴി വരുമ്പോൾ ഇപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പം എല്ലാം ചെറിയ ചെറിയ റോഡുകളാക്കി. എന്തൊക്കെ കാഴ്ചകളുണ്ടായിരുന്നു ഈ സൈഡൊക്കെ, നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പം ദേ ഉണ്ട് ചെടിച്ചട്ടികൾ. ഇതിവിടെ വീടോട് നിൽക്കുന്ന ചെടിച്ചട്ടികൾ. സൈഡിലൊക്കെ വീടുണ്ട് കേട്ടോ, നല്ല വീടുകളൊക്കെ ഉണ്ട്. ഓ ഇവിടെ പള്ളിപ്പുറം ഇതെല്ലാം 4 സിനിമ. CRP ക്യാമ്പല്ലേ ഇവിടെ? CRP ക്യാമ്പിൻ്റെ അടുത്ത് എത്തി ഗൈസ്. എത്തി അവിടെയാണ് CRP ക്യാമ്പ്. ഇവിടെയാണ്. ഇവിടെ മേൽപ്പാലം, ഇതുവഴിയും കൂടി മേൽപ്പാലം ഉണ്ടെന്ന് തോന്നുന്നു. CRP ക്യാമ്പ്. ഇവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്, മുള്ളുവേലിയൊക്കെ വെച്ച് സെറ്റാണ്. മരങ്ങളും നല്ല ഇതാണ്. ഇത് അതേപോലെ തന്നെ ഉണ്ട് ഇവിടെയൊക്കെ, ഇത് അതേപോലെ തന്നെ ഉണ്ട്. മുമ്പത്തെ വഴികളിൽ ഇത് മാത്രമേ ഉള്ളൂ മാറാത്തത്. ചക്കൂസേ ബോറടിക്കണ? ഇരുന്ന് ബോറടിച്ചാ? മോൻ ബോറടിച്ചെങ്കിൽ തിരിച്ചടി. ഫ്രഷ് കോമഡി. ചിരിച്ചോടി, ചിരി ഫ്രഷ് കോമഡി ചിരി. ഗൈസ് ഒരാൾ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട്, ഒരു അനക്കമില്ല. അല്ലെങ്കിൽ പാട്ടൊക്കെ പാടണം. പാട്ടുപാടലൊക്കെ കഴിഞ്ഞ് ഇപ്പം റെസ്റ്റ്. അച്ചാമ്മയ്ക്ക് ഉറക്കം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പാരിപ്പള്ളി പോയിട്ട് ഉറങ്ങല്ലേ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവൾക്ക് എന്നെ ഉറക്കവും വരുന്നു. അയ്യോ പിന്നെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആറ്റിങ്ങലെത്തി. ആറ്റിങ്ങൽ ജംഗ്ഷൻ ആവറായി. പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി. ഇവിടെ ഇത് പള്ളിയാണെന്ന് തോന്നുന്നു, മുസ്ലിം പള്ളിയാണ് കേട്ടോ. പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ്. പക്ഷേ ഇവിടെയൊക്കെ നിറയെ കടകളാണ്. ആറ്റിങ്ങൽ ജംഗ്ഷനായി. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ, KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി. എന്തോ വെള്ളം വേണം എന്നാ. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡായി. നിറയെ കടകളാണ്, ടെൻഷനാണ്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാ കടകളും ഉണ്ട്. അവൾക്ക് പാർട്ടിക്ക് മാത്രമേ ഡ്രസ്സ് എടുത്തുള്ളൂ. അപ്പം കല്യാണത്തിനുള്ള ഡ്രസ്സ്, ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്. അപ്പം കല്യാണത്തിന് ഡ്രസ്സ് എടുത്തില്ല.
അതെടുക്കാനായിട്ട് ഇവിടെ ആറ്റിങ്ങൽ രാമചന്ദ്രനിൽ വന്നേക്കുകയാണ്. എടുത്തത് ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ഗ്രീൻ എടുത്തു. ഇതാ കൊണ്ടുപോകണം. അപ്പം ഞങ്ങൾ വാങ്ങി ഇറങ്ങി ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി. ഒരുത്തി അവിടെ കണ്ണാടി നോക്കിയിരിക്കും. നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല ഡ്രസ്സ് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രോക്ക് എന്തായാലും കൊള്ളാം. നല്ല അടിപൊളി ഡ്രസ്സ്. ഞങ്ങളിപ്പം ആറ്റിങ്ങൽ കഴിഞ്ഞ് ആലങ്കോടായി. ഒരാൾ അവിടെ നിന്ന് കൈ ഇങ്ങനെ ഇട്ട് വെക്കണം. ആലങ്കോട് ജംഗ്ഷനായി. ആലങ്കോടായി 2 മണിയായി. 2 മണി കഴിഞ്ഞല്ലേ? ഓ എപ്പോൾ എത്തേണ്ടത്? കടയിൽ ഷോപ്പിൽ കയറി ഒന്നാണ്. അച്ഛമ്മയുടെ ബാക്കിലിരുന്ന് അടി ഉണ്ടാക്കിയിട്ട് ഇതാ ഫ്രണ്ട് വന്നിരുന്ന് ജ്യൂസും കുടിച്ചിരിക്കുന്നു. കണ്ണാടിയും വെച്ച് ജ്യൂസും കുടിച്ച വണ്ടിക്കകത്ത് കണ്ണാടിയും വെച്ചിരിക്കുകയാണ്. രുചിയുണ്ടോ? എവിടെ ഇറങ്ങിയാലും ഫ്രൂട്ടി 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 ഫ്രൂട്ടി. എവിടെ പോണ്? പാരിപ്പള്ളി പോണോ? കൊള്ളാം. ജ്യൂസ് ഇല്ലേ? തീർന്നാ? അമ്മേടെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ട് ഇങ്ങ് വന്നത്. അമ്മ അടിച്ചൊതുക്കിയിട്ട് ഫ്രണ്ടി വന്ന്. അപ്പോൾ ഗൈസ് വീട്ടിലോട്ട് പോകേണ്ട വഴിയായി. അപ്പോൾ നമ്മളിപ്പോൾ നാവായിക്കുളത്തെത്തി. കല്ലമ്പഴം കഴിഞ്ഞു. നാവായിക്കുളം തട്ടുപാലം. നാവായിക്കുളമല്ല, തട്ടുപാലം. ഓ പാരിപ്പള്ളി എത്തി. പാരിപ്പള്ളി എത്തി. തട്ടുപാലമായി. തട്ടുപാലം വഴിയാണ് പോണത്. അച്ഛൻ്റെ ഫോണ് പൊട്ടിപ്പോയാ? ഇനി അടുത്തത് നാവായിക്കുളമാണ്. നാവായിക്കുളം വഴിയാണ് പോണം. പാരിപ്പള്ളി ജംഗ്ഷനിൽ പോയിട്ടും പോവാം. ഇത് എളുപ്പ വഴിയാണ്. ജംഗ്ഷനിൽ പോകണമെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി പോകണം. അങ്ങ് ജംഗ്ഷനിൽ പോയിട്ട് പോവാം. അപ്പം ഞങ്ങൾ നാവായിക്കുളം വഴിയാണ് പോണത്. അത് നാവായിക്കുളത്ത് പോയിട്ട് നാവായിക്കുളം അമ്പലം, ഇവിടെ ഒരു അമ്പലമുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രമാണ്. പേര് കേട്ട അമ്പലമാണ്. ഈ അമ്പലത്തിൽ വെച്ചാണ് എൻ്റെ അച്ഛൻ്റെ അമ്മേരെയും കല്യാണം കഴിഞ്ഞത്. അവരെ കല്യാണം ഈ അമ്പലത്തിൽ വെച്ചാണ് കഴിഞ്ഞത്. അപ്പൂസിൻ്റെയും അമ്മാമ്മേരെയും. അച്ഛൻ്റെ ദിവ്യയുടെ കല്യാണം ഇവിടെ അല്ല. ഓ ഗൈസ്, ഇവൾക്ക് അച്ഛനും അമ്മേരെയും കല്യാണ ഫോട്ടോ കണ്ട അവൾക്ക് ദേഷ്യമാണ്. അച്ഛനും അമ്മയും കൊള്ളൂലെന്ന്. അപ്പം അങ്ങനെ ഗൈസ് വീട്ടിൻ്റെ അവിടെ എത്തി. വീട്ടിലോട്ട് പോണ വഴിയാണ്. അപ്പം ഇവിടെ നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ പാറക്കെട്ടുണ്ട്. പാറ പൊട്ടിക്കണ ഏരി. കണ്ടോ, പാറയിൽ ഇടിച്ച്. പാറ, വലിയ പാറ ഉണ്ട്. മക്കളെ ഇപ്പം എവിടെ എത്തി? അവിടെ വലിയ പാറ ഇരിക്കുന്നുണ്ട്. വലിയ പാറയുണ്ട്. പാറ വേണ്ട, കണ്ടോ വലിയ പാറ. എപ്പോൾ വേണോ വീഴാം. വർഷങ്ങളായിട്ടൊക്കെ ഇരിക്കുകയാണ്. എപ്പോൾ വേണോ അത് വീഴും. ഇവിടെ എത്തുമ്പോഴാണ് അവൾക്ക് സ്പോട്ട് കിട്ടി. അവൾ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇത് പാരിപ്പള്ളി എത്തുമ്പം ഈ സ്ഥലമാണ് പാരിപ്പള്ളി എന്നാണ് അവളെ ഊഹം. ഇവിടെ എല്ലായിടം കാണാം. ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ്. അത് കൂടാൻ വേണ്ടി നമ്മളെ വീട്ടിൽ നിന്ന് ദിവ്യയുടെ വീട്ടിൽ വന്നു. ഇവിടുന്ന് രാവിലെ ചെറുക്കൻ്റെ വീട്ടിൽ പോവും. ബാക്കി ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഗായ്സ് ജഡായിപ്പാറ, ജഡായിപ്പാറ കണ്ട. ജഡായിപ്പാറയുടെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജഡായിപ്പാറ കണ്ട ഗൈസ്,
കണ്ട സെറ്റല്ലേ, ഇവിടെ ഉള്ളവർക്ക് സെറ്റ് പൊളി, അടിപൊളി. ഞങ്ങളെല്ലാവരും ഇങ്ങ് ഇറങ്ങി ഫോട്ടോ എടുക്കാമല്ലോ എന്ന് എഴുതി എല്ലാവരും കൂടി ഇറങ്ങി. ഇതെൻ്റെ മാമനാണ്, മാമി, അനിയൻ. സെറ്റല്ലേ, പൊളി. വെൽക്കം ബാക്ക് ടു വേദാസ് ബ്ലോഗ്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കല്യാണമാണ്. ഇന്നലെ പറഞ്ഞില്ലേ, കല്യാണ വീഡിയോ ആണ്. കല്യാണ വീട്ടിൽ നിൽക്കുകയാണ്, ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇന്നത്തെ വിശേഷം കല്യാണ വിശേഷമാണ്. അപ്പോൾ നമ്മളിന്നൊരു കല്യാണം കൂടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ രാവിലെ ഇറങ്ങി രാവിലെ ചെക്കൻ്റെ വീട്ടിൽ വന്നു. ഇനി അടുത്ത് നേരെ മണ്ഡപത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരുത്തി അവളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക, അതുകൊണ്ട് ഭയങ്കര കരച്ചിൽ. ഒരു നിവർത്തിയില്ല. കല്യാണ വീട്ടിലെത്തി, എല്ലാവരും ഉണ്ട്. മുൻപേ വാ എൻ അൻപേ വാ, ഊണേ വാ ഉയിരേ വാ, മുൻപേ വാ എൻ അൻപേ വാ, പൂപ്പൂവായി പൂപ്പും വാ. சொன்னதே முன்பே வா என் அன்பே வா, உனே வா உயிரே வா, முன்பே வா என் அன்பே வா, பூப்பூவாய் பூப்பும் வா. நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா? தேக்கக்கு நீதான் உந்தன் தோள்களில் இடம் தரலாமா? நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா? நேரும் செங்குலச்சேரும் கலந்தது போலே கலந்தவர் முன்பே வா என் அன்பே வா, உனே வா உயிரே வா, முன்பே வா என் அன்பே வா, பூப்பூவாய் பூப்பும் வா. பூவைத்தாய் பூவைத்தாய் நீ பூவைக்கோ பூவைத்தாய், மணப்பூ வைத்து பூ வைத்த பூவைக்குள் தீ வைத்தாய்.
അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയേണ്ടതാണ്. പറ മക്കൾ പറ. കല്യാണത്തിന് പോയി ഉള്ളു അവിടെ ചെന്ന് കിടന്ന് കാണിച്ചെല്ലാം കണ്ടല്ലോ നിങ്ങൾ. കട്ടലമ്പായിരുന്നു. അത് നല്ല മഴയായിരുന്നു, പക്ഷേ അത്ര വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കൂടുതൽ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീഡിയോസ് അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം, പക്ഷേ നല്ല മഴയായിരുന്നു. അപ്പം വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം മഴ പെയ്തപ്പോൾ എല്ലാ ആൾക്കാരെല്ലാം ഒരുമിച്ച് കയറി കൂടി അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. കുറച്ച് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് വെച്ച് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആക്കി അങ്ങനെ എടുത്തു. നമ്മളെ കൊണ്ട് സംസാരിക്കാൻ സമയം മോള് സംസാരിക്കും. പറഞ്ഞു അവൻ പറഞ്ഞു ദിവ്യ സുഭാഷ് ഞങ്ങളെ പേരാ പറഞ്ഞ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഇന്ന് വീഡിയോ ഒന്ന് കൊളാക്കും. ഇത് ഞാനെങ്ങാനും ഫോൺ വെച്ച് ഉറങ്ങി കിടക്കണമെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ചെയ്യും. അങ്ങനെ ഇന്ന് ഇടാൻ പറ്റൂല, അതാണ് അവസ്ഥ. അപ്പം വീഡിയോസ് നമ്മളെടുത്ത് കുറവാണ്. അപ്പം അത് മഴയും നല്ല മഴയായിരുന്നു. ഇവിടെ നല്ല മഴയുണ്ട്. അങ്ങോട്ടൊക്കെ മഴയുണ്ടോ ഗൈസ്? അപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ തിരക്കും അത് നല്ല തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എടുത്ത വീഡിയോസാണ് ചേർത്ത് നിങ്ങളെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ടാറ്റാ ബൈ.